ഇന്ത്യൻ രാജ്യം മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ AK ആൻ്റണിയുടെ ഈ വിമർശനത്തിന് യാതൊരു സാങ്കത്യമില്ല. കാരണം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും തൃണവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ പെടുന്ന ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് അവരുടെ എണ്ണമെന്ന് വെച്ചാൽ എത്ര തുച്ഛമാണ്. അപ്പോൾ അവർ ഈ രാജ്യത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാണെന്നൊക്കെ പറയുന്നതിൻ്റെ ആരും അർത്ഥവുമില്ല. ഇന്ത്യ രാജ്യത്ത് ഇവർ സംരക്ഷിക്കപ്പെടുന്നുമില്ല, നിരന്തരമായിട്ടുള്ള വേട്ടയാളിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ AK ആൻ്റണി പറഞ്ഞതിലൊരു സംഗതമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സമുദായമായാലും മുസ്ലിം സമുദായമായാലും മറ്റ് സമുദായങ്ങളെപ്പോലെ പ്രബലമായിട്ടുള്ള സമുദായങ്ങളാണ്. സമുദായങ്ങളെന്ന് മാത്രമല്ല, ഇതിൽ മുസ്ലിം സമുദായം വർഗീയാടിസ്ഥാനത്തിൽ ലീഗിൻ്റെ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയ അധികാരം കൈയാളുമ്പോൾ ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മാത്യു പറഞ്ഞത് രാഷ്ട്രീയമായ വിമർശനമല്ല ഞങ്ങൾ വെച്ചത് സ്കൂൾ വിഷയത്തിൽ നിന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ടുള്ളതുമുണ്ട്, അതുപോലെ സാമുദായികമായിട്ടുള്ള വിവേചനത്തിൻ്റെയുണ്ട്. എന്താണത്? അവിടുത്തെ ഒരു പട്ടികജാതി ഹെഡ് മിസ്ട്രസ് എത്ര പേരുണ്ട് കേരളത്തിൽ? ഇവരെ പോലുള്ളവർ ഇവരുടെ നടപടി എടുത്തു കഴിഞ്ഞിട്ട് എത്ര പേര് അതിനെ പിന്താങ്ങുന്നതിന് വേണ്ടി വന്നു, അവരെ പിന്താങ്ങുന്നതിന് വേണ്ടി വന്നു? ഞാൻ പറയട്ടെ, സാധാരണഗതിയിൽ ഞാൻ പ്രതീക്ഷിച്ചത് BJP വളരെ ശക്തമായിട്ട് രംഗത്ത് വരും എന്നുള്ളതാണ്. BJP പോലും മടിച്ചു നിന്നല്ലോ, അറച്ചു നിന്നല്ലോ. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ പട്ടികജാതിക്കാരി ആയതുകൊണ്ടാണ് ഈ സമീപനം. ഇത് ഇപ്പോൾ മന്ത്രിയെടുത്ത സമീപനത്തിൽ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അവർക്ക് നാനാവിധത്തിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു നടപടി അവർക്കെതിരായി എടുത്തത് അത് ഇത്ര അഹങ്കാരമുള്ള സ്ത്രീയാണ്, അവർക്ക് വേണമാണോ എന്നുള്ളൊരു മട്ടിൽ കേരള സമൂഹത്തിൽ വിഭാഗം എടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഡോക്ടർ TM തോമസ്, ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ മതേതരത്വം, കോൺഗ്രസ് മുന്നോട്ട് വെച്ച മതേതരത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കാതെ പോയി എന്ന് AK ആൻ്റണിയെ പോലെ ഒരു നേതാവ് പറയുമ്പോൾ, ആ മതേതരത്വം നടപ്പാക്കിയ രീതിയിൽ, അതായത് ന്യൂനപക്ഷങ്ങൾക്കോട് കൂടുതൽ പരിഗണന നൽകുന്ന ഒരു സമീപനം അവർക്കുണ്ടായി, അതിൻ്റെ ഭാഗമായ ഒരു അതൃപ്തി ഭൂരിപക്ഷത്തിനുണ്ടായി, അതല്ല വേണ്ടിയിരുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നല്ല ഈ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് തിരിച്ചറിവ് എന്ത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത് വ്യാഖ്യാനിക്കാൻ ഞാനാണല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു മതനിരപേക്ഷ നിലപാടെടുക്കുന്ന കോൺഗ്രസ് ലീഗിനെ പോലൊരു കക്ഷിയുമായിട്ട് രാഷ്ട്രീയ സഖ്യത്തിൽ തുടർച്ചയായിട്ട് വരിക, അത് ഈ ലീഗിൻ്റെ അതിരുകവിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അത് ഭൂരിപക്ഷ സമുദായത്തിൽ ചില വികാരങ്ങൾ സൃഷ്ടിക്കുക, കോൺഗ്രസിൻ്റെ നിലപാടിനെ തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണെങ്കിൽ ആ തിരിച്ചറിവ് നല്ലതാണ്. റൈറ്റ്. അഡ്വക്കേറ്റ് P. ശ്രീധരൻപിള്ള, ഇവിടെ ഇപ്പോൾ AK ആൻ്റണി പറഞ്ഞ കോൺഗ്രസിൻ്റെ മതേതര കാഴ്ചപ്പാടിൽ മാറ്റം ആവശ്യമാണ് എന്നത് കോൺഗ്രസ് തന്നെ സ്വയം തെറ്റിദ്ധരുത്തി അതിൻ്റെ നയനിലപാടുകളിൽ മാറ്റം വരുത്തുന്നതിൻ്റെ സൂചനയായി താങ്കൾ എടുക്കുന്നുണ്ടോ? ഒരിക്കലും അതിൽ ആത്മാർത്ഥത അദ്ദേഹം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം 2004 ഇദ്ദേഹം അത് പറഞ്ഞു. 2010 അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും കേസരി ട്രസ്റ്റിൻ്റെ തിരുവനന്തപുരത്തെ പരിപാടി പറഞ്ഞു, ഇതേ കാര്യം ആവർത്തിച്ചു. അപ്പോൾ ഈ ഭൂരിപക്ഷത്തിന് നീതി നിഷേധിക്കുന്നു, സന്തുലിതമായി കാര്യങ്ങൾ, സമരസതയിൽ കൂടെ കാര്യങ്ങൾ പോകുന്നില്ല, ഒരു കൂട്ടത്തിന് അവകാശം നിഷേധിക്കുന്നതിന് അർത്ഥം. ഈ രണ്ട് കൂട്ടരും എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ചെറുവിരലണക്കിന്ന് ശ്രീമൻ AK ആൻ്റണിക്കും അച്യുതാനന്ദനും പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആത്മാർത്ഥ വേണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ന്യൂനപക്ഷ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഇങ്ങനെ നിലനിർത്തേണ്ടത് ഈ രണ്ട് കൂട്ടരുടെയും രാഷ്ട്രീയ നിലനിൽപ്പിന് ആവശ്യമാണ്. അതിൽ വ്യത്യസ്ത നിലപാടുള്ള പാർട്ടി BJP ആണ്. ഞങ്ങൾ തുല്യനീതി, ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ, ആരെയും പ്രീണിപ്പിക്കാതെ തുല്യനീതി എന്ന് പറയുന്നത്. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ എന്നോട്? എൻ്റെ സംശയം, കേരളത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ എന്ത് അവകാശമാണ് നിഹനിക്കപ്പെട്ടിട്ടുള്ളത്? ശ്രീധരൻപിള്ള ഒന്ന് പറഞ്ഞുതരാമോ? അല്ല, ഭൂരിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ളതും ഭൂരിപക്ഷ സമുദായത്തിലുള്ള കണക്കങ്ങെന്ന് പറയൂ. 12-15% താഴെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിലെല്ലാം അപ്പോൾ ഭരണകൂടങ്ങളല്ല വിതരണം ചെയ്യുന്നത്. സ്റ്റാഫിനെ നിയമിച്ചു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിയമിക്കപ്പെട്ട 12 ഹെഡുണ്ട്. ഈ 12 പേരിൽ ഒരാളൊഴികെ 11 ഒരു പ്രത്യേക സമുദായമാകുമ്പം അതിനെന്താ ഓമന പേര് കൊടുക്കേണ്ടത്?
അത് പറയേണ്ട അവസരം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ആളുകൾ മതേതരത്വ സ്വഭാവം കാണിക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ബിഷപ്പ് ഹൗസുകളിലും അരമനകളും കയറി ഇറങ്ങി. ഇപ്പം ഞാൻ അങ്ങോട്ടൊരു കാര്യം, ഐസക് സാറിനോട് കാര്യം ചോദിക്കാം. നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് 2 തവണ കോഴിക്കോട്ടും കോയമ്പത്തൂരും പാസ്സാക്കിയ പ്രമേയത്തിൽ ഒരു തെറ്റിദ്ധരുത്തൽ പ്രമേയമുണ്ടല്ലോ. ആ പ്രമേയത്തിൽ എന്താ പറയുന്നത്? മതപരമായ ശക്തികളുമായിട്ട് ബന്ധം പാടില്ല, ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ഏറ്റവും തിരുത്തേണ്ട തെറ്റായിട്ട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ പായ വിരിച്ചു കൊടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനും അവർക്ക് സൗകര്യങ്ങളും പ്രത്യേക സമ്മേളനം, മുസ്ലിങ്ങളുടെ സമ്മേളനം, ക്രിസ്ത്യാനിയുടെ സമ്മേളനം, നായരുടെ സമ്മേളനം, ഈഴവൻ്റെ സമ്മേളനം, ഇതിൽ കൂടുതൽ എന്താ സമൂഹത്തെ വേർതിരിക്കേണ്ടതായിട്ടുള്ളത്? അപ്പോൾ വോട്ടിന് വേണ്ടി എവിടെയും എന്തും ചെയ്യുമെന്ന സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. എന്നിട്ടും രക്ഷയില്ല. കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ മുഖം രക്ഷപ്പെടുത്തി അതിൻ്റെ ഉത്തരവാദികൾ, കുറ്റവാളികൾ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമാണെന്ന് ഞാൻ ആരോപിക്കുകയാണ്. റൈറ്റ്, മറുപടി പറയാം ശ്രീ തോമസ് ഐസക്. ശ്രീധരൻപിള്ളയ്ക്ക് ചരിത്രത്തെക്കുറിച്ച് വളരെ വികലമായ ധാരണയുള്ളതെന്ന് പറയുന്നത് ഖേദിക്കുന്നു. ആദ്യം ഈ മത വർഗീയ ജാതീയ കക്ഷികളോടുള്ള ഞങ്ങളുടെ സമീപനം സനാതനമായിട്ട് എല്ലാ കാലത്തും ഒരുപോലെ ആയിരുന്നിട്ടില്ലെന്ന് ആണെന്ന് ഞങ്ങൾ എന്തെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിലെ നവോത്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വരികയും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി മാത്രമല്ല സവർണ മേധാവിത്വത്തിനെതിരായി ശക്തമായ പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ നിവർത്തന പ്രസ്ഥാന കാലം മുതൽ കേരളത്തിലെ ഇടതുപക്ഷം ഇവിടുത്തെ കീഴ്ജാതിക്കാരുടെയും മറ്റും പ്രസ്ഥാനങ്ങൾക്കൊപ്പം സഹകരിച്ച് അണിനിരന്നിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം ആ മുദ്രാവാക്യങ്ങൾ ന്യായമായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ കേരളത്തിലെ തൊഴിലാളിയുടെ എല്ലാ ജാതിയിലും മഹത്വപ്പെട്ട തൊഴിലാളിയുടെ കൃഷിക്കാരൻ്റെ സംഘടന ഉണ്ടാക്കി അവരുടെ ഈ ഞങ്ങളുടെ കൊടിയുടെ നേതൃത്വത്തിൽ ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളർന്ന് വളർച്ചയുടെ ഘട്ടത്തിലെത്തിയപ്പോൾ ഇനിയിപ്പോൾ ജാതി ഈ വർഗീയ സംഘടനകൾക്ക് സാങ്കത്യമില്ല, ഞങ്ങൾ തന്നെ മുദ്രാവാക്യം ഏറ്റെടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ച്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചരിത്ര പ്രക്രിയയാണ്. ചരിത്രത്തെക്കുറിച്ചുള്ള ബോധം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയേറെ സംശയങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ അവകാശം ഇത് നിഹനിക്കപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് ആദ്യം പറഞ്ഞത് എന്താണ്? അങ്ങ് ആദ്യം പറഞ്ഞത് എത്ര സ്കൂളും കോളേജുകളും ഉണ്ടായി മതന്യൂനപക്ഷത്തിന്. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം എടുക്കുന്നത് ഇന്ന് ആരെങ്കിലും ഉപായത്തിലൂടെ മേടിച്ചെടുത്തിട്ടുള്ളതാണത്. മിഷണറിമാർ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ മിഷണറിമാരുടെ സ്വാധീനത്തിൽ ഇവിടുത്തെ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവർ കോളേജുകളും മറ്റും ആരംഭിക്കുന്നു. അതൊരു മുൻകൈ ചരിത്രപരമായിട്ട് സമുദായത്തിന് വന്നതാണ്. അതുകൊണ്ട് ആ സമുദായത്തിന് മാത്രമല്ല കേരളത്തിനാകെ ഗുണമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഇതിനെ നടത്തിപ്പ് സംബന്ധിച്ച് 57 മുതൽ ഞങ്ങൾ തർക്കമുണ്ടല്ലോ. ഇന്നും പള്ളിയും ഞങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചെയ്ത ഈ നല്ല കാര്യങ്ങളെ ബഹുമാനിക്കുന്നു. ഇനി പറയട്ടെ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഈ ജാതിയുടെയും അല്ലെങ്കിൽ മതത്തിൻ്റെ എല്ലാം ചടങ്ങുകളിലും കാര്യങ്ങളിലും അതിലെ വിശ്വാസികളായിട്ട് മാറാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആശയപരമായ സമീപനമാണ്. പക്ഷേ ശ്രീധരൻപിള്ള ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഹിന്ദുക്കൾക്ക് അതിനുള്ള അവകാശമുള്ളൂ, ഇന്ത്യക്കാരനാവണമെങ്കിൽ ഹിന്ദു ആവണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് നിങ്ങളുടേത്. ഞങ്ങളുടേത് അങ്ങനെയല്ല. ഞങ്ങൾ വിശ്വാസിയല്ലെങ്കിലും വിശ്വാസികളുടെ വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ ജീവിക്കാൻ എന്തൊക്കെ വേണോ ആ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യും. അത് ഞങ്ങളുടെ അടിസ്ഥാനപരമായ നിലപാടാണ്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നുള്ളതാണ്. ആ മതേതരത്വം എന്ന ആശയം, ആ മുദ്രാവാക്യം, അത് വേണ്ട രീതിയിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിനുണ്ടായ ഈ തിരിച്ചടി നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് തന്നെ മതേതരത്വ കാഴ്ചപ്പാടിലും അതിൻ്റെ നടത്തിപ്പ് രീതികളിലും പുതിയ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നതാണ് ആന്റണി നടത്തിയ പരാമർശത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അതായത് കോൺഗ്രസിന്റെ നയങ്ങളിൽ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന്. അങ്ങനെയല്ലേ? അല്ല, നയങ്ങളിലും നിലപാടുകളിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് പകരം നയങ്ങളും നിലപാടുകളും കൺവേ ചെയ്തതിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വേണ്ടിവരും എന്നാണ് ഇവിടെ ഞാൻ ഈ ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പിനെ അസസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ 10 വർഷക്കാലമായി UPA സർക്കാർ അധികാരത്തിലിരിക്കുന്നു. ഒരു മതേതര സ്വഭാവമുള്ള സർക്കാരായിരുന്നു. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ഇവിടെ മതേതരത്വത്തിനൊരു ചലഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇതിന്റെ സെക്യുലറിസം
സെക്യൂർഡ് ആണ് എന്നൊരു ഫീലിംഗിലാണ് നമ്മൾ കഴിഞ്ഞ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പൊ BJP-യുടെ അവസാന ഒരു പ്രചരണത്തിൽ മോഡി അടക്കമുള്ള കടന്നു വന്ന് ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോയപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം കോൺഗ്രസിന്റെ വിശാല മതേതരത്വം കൺവേ ചെയ്യുന്നതിൽ അതിന്റെ അകത്ത് വെള്ളം ചേർത്തെന്നോ അല്ലെങ്കിൽ നയങ്ങളോ നടപടികളോ മാറ്റിയെന്നോ അർത്ഥമില്ല. ജനങ്ങളിലേക്ക് വൈഡായിട്ട് കൺവേ ചെയ്യുന്നതിൽ വലിയ പരാജയം പാർട്ടിക്കുണ്ടായി. ട്രഡീഷണലായിട്ട് കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പോലും കോൺഗ്രസിന് പലയിടത്തും കിട്ടിയില്ല. അത് ഇപ്പോ കോൺഗ്രസ് ഇപ്പൊ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് എങ്കിൽ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നു എന്ന് വേണ്ട കരുതാൻ. അങ്ങനെയാണെങ്കിൽ UP-യിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബംഗാളിലോ ബീഹാറിലൊക്കെ പലയിടത്തും കോൺഗ്രസിന് വോട്ടുകൾ കൂടി വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഒരു റിവേഴ്സ് കൺസോളിഡേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിൽ പോലും, കാരണം കോൺഗ്രസ് അങ്ങനെ അമിതമായ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന് പോയി എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എവിടെയോ എക്കാലത്തും കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന മതേതര വിശ്വാസികൾ എന്ന് പറയുന്ന മതേതര ജനത ദാറ്റ് വോട്ട് ഗോട്ട് അത് ഭയങ്കരമായി സ്കാറ്റർ ചെയ്തു പോയി. അത് റീജിയണൽ കക്ഷികളുടെ ഇടയിൽ, പ്രാദേശിക കക്ഷികൾക്കിടയിൽ എല്ലാമായി ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ കോൺഗ്രസിന്റെ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരമ്പരാഗത ശക്തി എന്ന് പറയുന്ന മതേതര വോട്ടുകളിൽ ഉണ്ടായ വിള്ളൽ പാർട്ടിക്ക് വലിയതായ ക്ഷീണം നോർത്ത് ഇന്ത്യയിൽ ചെയ്തു. ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കാം. ഇവിടെ തോമസ് ഐസക് പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നു. ഇപ്പൊ CPM-ന്റെ കഴിഞ്ഞ കാലങ്ങളിലെ നിലപാടുകൾ ആണ് ഇന്നും, അല്ലെങ്കിൽ നിലപാടുകൾ മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇവിടെ PDP-യുമായി പരസ്യമായി കൂട്ടുചേരാൻ CPM നയത്തിൽ മാറ്റം വരുത്തിയില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? ഇന്ന് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഇവിടെ ഇടുക്കിയിലെ ഒരു കാര്യം കൂടി പറയാം. ഇടുക്കി തെരഞ്ഞെടുപ്പില് ഇടുക്കി രൂപതയുമായ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കോൺഗ്രസ് പോയപ്പോൾ അതിനെ വളരെ സമർത്ഥമായി മുതലെടുത്ത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയുടെ പിന്നാലെ പോയി അവരെ പിന്തുണച്ച ചരിത്രമാണ് CPM-നുള്ളത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ആരെ നിങ്ങൾ പരിശോധിച്ചാലും, ഇപ്പൊ തിരുവനന്തപുരത്ത് പരിശോധിച്ചാലും, ഇനി അഥവാ മറ്റ് മേഖലകൾ പരിശോധിച്ചാലും, ഈ സാമുദായികമായിട്ടുള്ള നേട്ടത്തിന്റെ പിൻബലത്തിന്റെ പേരിൽ പാർട്ടിക്ക് കടന്നുകൂടാൻ കഴിയുമോ എന്നുള്ളൊരു പരിശ്രമം CPM നടത്തിയില്ല എന്ന് ഒരു ആത്മാർത്ഥമായി അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ AK ആന്റണി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായും BJP-ക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായുള്ള ഒരു വീഴ്ചയാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. അങ്ങനെയാണെങ്കിൽ അവർക്ക് തെറ്റുതിരുത്താൻ ഒരു അവസരം ഉണ്ടാവുകയും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയെന്ന തോമസ് ഐസക്കിൻ്റെ ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ BJP-ക്ക് തെറ്റുതിരുത്താൻ അവസരം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയല്ലേ ഉണ്ടാവുക?